കൊച്ചി ആസ്ഥാനമായ IT കമ്പനി ടോൾ റോപ്പിനെതിരെ പ്രതിഷേധവുമായി ജീവനക്കാർ രംഗത്ത്. പിരിച്ചുവിട്ട ജീവനക്കാരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ശമ്പള കുടിശ്ശികയും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നില്ല എന്നും ജീവനക്കാർ പറഞ്ഞു. അതേസമയം ഒക്ടോബറിൽ എല്ലാ കുടിശ്ശികയും നൽകുമെന്ന് കമ്പനി പ്രതിനിധി അറിയിച്ചു. കോറോ ഹെൽത്തിന് പിന്നാലെ മറ്റൊരു IT കമ്പനിയായ ടാൾ റോപ്പിലെ പിരിച്ചുവിടപ്പെട്ട ജീവനക്കാരും പ്രതിഷേധവുമായി രംഗത്തെത്തി ശമ്പള കുടിശ്ശികയും മറ്റ് ആനുകൂല്യങ്ങളും നൽകാനുണ്ടെന്ന് ആരോപിച്ചാണ് ജീവനക്കാർ കമ്പനിയിലെ കളമശ്ശേരിയുടെ ഹെഡ് ഓഫീസിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. 6 മാസം മുതൽ 11 മാസം വരെയുള്ള ശമ്പള കുടിശ്ശിക നൽകാനുണ്ട്. ഇത് ചോദിക്കുമ്പോൾ കമ്പനി കൈമലർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. എന്ന് ഇവ നൽകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് നൽകാൻ കമ്പനി അധികൃതർ തയ്യാറായിട്ടില്ലെന്നും ജീവനക്കാർ ആരോപിക്കുന്നു. 10 മാസത്തെ സാലറി എനിക്കുണ്ട് പെൻഡിങ്ങിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ ഏതൊരു കമ്പനി ചെന്നാലും ആ ടാൾ റോപ്പിൻ്റെ ആണോ എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് പോലും അവരവിടെ നോക്കുന്നില്ല. അപ്പം നോക്കുമ്പോൾ കരിയർ ഗ്യാപ്പും വരുവാണ് നമുക്ക് അവിടെ. ലൈക്ക് നമുക്ക് പറയാൻ പറ്റുന്നില്ല നമ്മൾ ടാൾ റോപ്പിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. 6 മാസം മുതൽ 11 മാസം വരെ എല്ലാവർക്കും പെൻഡിംഗ് ആണ് നമ്മുടെ സാലറി. ഈ പറഞ്ഞ പോലെ വാറന്റ് ഇഷ്യൂ കൊണ്ടാണ് സാലറി പെൻഡിങ് തരാൻ പറ്റത്തുന്ന അവർ പറഞ്ഞു. പിരിച്ചുവിടാന്നുള്ള കാരണം അവർ പറഞ്ഞത് AI-ൻ്റെ കാര്യം എന്നാണ് പറഞ്ഞത്. അതും എന്ന് കഴിഞ്ഞ ദിവസത്തെ ഒരു എന്താ പറയുക ഒരു വീഡിയോയിലാണ് അവർ പറഞ്ഞത്. ഇത്രയും കാലം AI എന്ന കാര്യത്തിൽ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. AI-യുടെ കടന്നുവരവോടുകൂടി നിലവിലെ ജീവനക്കാരുടെ ആവശ്യമില്ലെന്നും അതുകൊണ്ടാണ് അവരെ ഒഴിവാക്കിയതെന്നും കമ്പനി അധികൃതർ വ്യക്തമാക്കി. എന്നാൽ അവർക്ക് നൽകാനുള്ള ആനുകൂല്യങ്ങൾ ഒക്ടോബറിനകം നൽകുമെന്നും കമ്പനി CEO എന്ന് അവകാശപ്പെട്ട ജോൺസ് ജോസഫ് വ്യക്തമാക്കി. അവർ റിസൈൻ ചെയ്ത ഡേറ്റ് മുതൽ ഈ പറയുന്ന എന്നാണോ നമ്മൾ സെറ്റിൽ ചെയ്യുന്നത് അതുവരെയുള്ള 300 പെർ. അൾട്ടിമേറ്റ്ലി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സെറ്റിൽമെൻറ്റ്സ് നടക്കും. ഇവിടെ ഒരു 2 പാനിക്കിംഗ് ഉണ്ട്. കമ്പനി സെറ്റിൽമെൻറ്റ് ചെയ്യില്ല എന്നുള്ള പാനിക്കും കമ്പനി എന്തോ നാട് വിട്ട് പോയി എന്നുള്ള പാനിക്കും. ഓക്കെ, ഈ 2 പാനിക്കിനെ ഞാനൊന്ന് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഥ പറഞ്ഞത്. 10 കൊല്ലം ഒരു സിലിക്കൺ വാലി മിഷനിൽ നമ്മൾ വർക്ക് ചെയ്ത് അതിൻ്റെ ഒരു കോൺസിക്വൻസസ് ഉണ്ട്. കമ്പനിയുടെ പ്രവർത്തനം സംബന്ധിച്ചും ജീവനക്കാർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. കാരണം ഇതൊരു ടെക്നോളജി കമ്പനി ആണെങ്കിലും BOT അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. ഈ കമ്പനിയിലേക്ക് ജീവനക്കാരിൽ നിന്നുൾപ്പെടെ നിക്ഷേപം സ്വീകരിക്കുന്നുണ്ട്. ശമ്പള കുടിശ്ശിക വന്നപ്പോൾ ആ ശമ്പള കുടിശ്ശിക നിക്ഷേപമായി കമ്പനിയിൽ നൽകാനും അതിൻ്റെ റിട്ടേൺ നൽകാമെന്നുമായിരുന്നു കമ്പനി അധികൃതർ പറഞ്ഞിരുന്നതെന്ന് പറയുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഇതിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച് പോലീസ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ പരിശോധിക്കണമെന്നുള്ള ആവശ്യവും ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉയർന്നിട്ടുണ്ട്. ആന്റണി ക്രിഗറിക്കൊപ്പം S. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.